Hi friends, welcome back to my channel. Name is Passion Hubs. ക്രിസ്മസ് തീമിലൊരു അടിപൊളി മാജിക് പോട്ട് ഉണ്ടാക്കിയെടുത്താലോ? ഈ ഒരു പോട്ടിനെ മാജിക് പോട്ട് എന്ന് വിളിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല കേട്ടോ. ഈ ഒരു പോട്ട് പല യൂസേജും നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മാജിക് പോട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫ്ലവർ പോട്ടായിട്ടും പ്ലാന്റ് പോട്ടായിട്ടും അതുപോലെ തന്നെ ഡെസ്ക് ഓർഗനൈസറായിട്ടും കിച്ചണിലേക്ക് എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒത്തിരി പ്രയോജനം തരുന്ന ഈ ഒരു പോട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പൊട്ടിപ്പോയിട്ടുള്ളൊരു പഴയ കപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ പൊട്ടിയ ഈ ഒരു ഭാഗം ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പോർഷൻ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പൊട്ടിപ്പോയത്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ ഒരു ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക് ഫോയിൽ പേപ്പറിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ വച്ച് കൊടുത്തിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു പൊട്ടിയ പീസുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ആദ്യം ഇതുപോലെ വച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫോയിൽ പേപ്പർ വച്ച് സ്റ്റിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു പൊട്ടിപ്പോയ പീസുകളൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് മാത്രം വച്ച് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിരിക്കില്ല കേട്ടോ. ആ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഫിനിഷോടുകൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയിലായിട്ട് ഫോയിൽ പേപ്പറും കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസ് കാണാം കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് തരാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു പൊട്ടിയ ഭാഗങ്ങൾ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കപ്പിൻ്റെ എഡ്ജ് പോർഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോയിൽ പേപ്പർ നല്ല രീതിയിൽ ചുരുട്ടിയതിന് ശേഷം മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റായിട്ട് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോയിൽ പേപ്പർ പുറം ഭാഗത്തും അകം ഭാഗത്തും ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ ലെയറിലാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു കപ്പിന് റെഡ് കളർ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ റെഡ് കളർ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്പഞ്ചാണ്. അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. ആ സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ച് ഡ്രൈ ആയതിനു ശേഷം ആ ഒരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഭാഗം അത്ര ഒരു ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് A4 ഷീറ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് പുറം ഭാഗത്ത് മാത്രമല്ല അകം ഭാഗത്തും ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അത് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ട് പെയിൻറ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ പെയിൻറ്റ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം സ്പഞ്ച് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടെക്സ്ചർ നമുക്ക് കിട്ടുന്നതായിരിക്കും. 2 കോട്ട് കൊടുത്താലാണ് നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു കപ്പിൻ്റെ അകം ഭാഗത്ത് ആഷ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വൈറ്റ് കളറ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ആഷ് കളർ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് റെഡ് കളറ് ഫിനിഷിങ് ഇല്ലാത്ത ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കപ്പ് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം ഇതുപോലൊരു കട്ടിയുള്ള പേപ്പർ ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം ചെറിയ ഒടിഞ്ഞു പോയ സ്കെയിലിൻ്റെ പീസോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അതെടുത്തതിന് ശേഷം സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു കപ്പിന് ചുറ്റും റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു ഷേപ്പിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതായത് അതിൻ്റെ സൈസ് നീളം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ വരച്ച ആ ഒരു വരയിൽ നിന്നും കറക്റ്റ് ഈ ഒരു സൈസിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ സൈസിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഈ ഒരു 2 വരകൾക്കിടയിലായിട്ട് ബ്ലാക്ക് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് കളറ് ഒറ്റ കോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. ഇനി ഈ ഒരു പെയിൻറ് നല്ല രീതിയിൽ ഡ്രൈ ആവട്ടെ കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം ഏതെങ്കിലും ഭാഗത്ത് റെഡ് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പോയിൻ്റർ ബ്രഷ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ബ്ലാക്ക് കളറും ഏതെങ്കിലും സൈഡിലേക്ക് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാന്റാക്ലോസിൻ്റെ ആ ഒരു തീമിലാണ്, നമ്മുടെ ക്രിസ്മസ് തീമിലാണ് ഈ ഒരു പോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. സാന്റാക്ലോസിൻ്റെ ബെൽറ്റ് കണ്ടിട്ടില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പിൽ റെഡ് കളർ അടിച്ചിട്ട് സെൻറ്ററിലായിട്ട് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ബെൽറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ യെല്ലോ കളറിലുള്ള ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഒരു സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. ആ ഒരു സ്ക്വയറിൽ നിന്നും സെൻറ്ററിൽ ഒരു സ്ക്വയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പല ക്രാഫ്റ്റിന് യൂസ് ചെയ്തിട്ട് ബാലൻസ് ഉള്ള ഈ ഒരു ഷീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബെൽറ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിൽ നിന്നും എൽ ഷേപ്പിൽ 2 പീസൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഈ ഒരു കപ്പിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് അല്ല വരുന്നത്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം അടുത്ത സൈഡും കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ബ്ലാക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ 2 സൈഡിലായിട്ട് റെഡ് കളറും കാണുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഹോൾഡറിലേക്ക് നമ്മുടെ പെൻസിൽസ്, സ്കെച്ചസ്, പെന്ന് എല്ലാം വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പെൻ ഹോൾഡറായിട്ടും അതുപോലെ തന്നെ പ്ലാന്റ് ഹോൾഡറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിനൊരു മുകളിലായിട്ട് ഒരു ലിഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു അടിപൊളി വേസ്റ്റ് ബിന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികളുടെ ടേബിളിലൊക്കെ, സ്റ്റഡി ടേബിളിലൊക്കെ വയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു വേസ്റ്റ് ബിന്നായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ കിച്ചണിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒത്തിരി യൂസേജ് ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പേ ഞാനൊരു വേസ്റ്റ് ബിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ കുട്ടികളുടെ ടേബിളിലേക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡെസ്ക് ഓർഗനൈസറും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.